ഞാൻ എത്ര തന്നെ മുടി കൊഴിച്ചിലും മാറും, എത്ര വളരാത്ത മുടിയും വളരുന്നു പറഞ്ഞാലും ഇപ്പോഴും കുറച്ച് ആളുകൾക്ക് സംശയമുണ്ട് മുടി വളരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് കാണിക്കുന്നത് പോലെ വെറും ഒരേ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% അല്ല 200% റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എത്ര വളരാത്ത മുടിയാണെന്നുണ്ടെങ്കിലും വളരും. അതാണ് ഞാൻ ഇതിൻ്റെ തെളിവ് സഹിതം കാണിക്കുന്നത്. 1 വർഷത്തിന് മുമ്പ് ഇതേ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു മെമ്പേഴ്സ് അല്ല നമുക്ക് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഫാമിലി വലുതായി കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാർ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ, എല്ലാവർക്കും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ വീണ്ടും ഷെയർ ചെയ്യുന്നത്. ഇത് അത്രയ്ക്കും എഫക്റ്റീവാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് ഇന്ന് നമുക്കിവിടെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഉലുവയും 2 ടേബിൾ സ്പൂൺ അരിയും. അത് ഏതരി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. മട്ടയരി ആണെങ്കിലും പൊന്നിയരി ആണെങ്കിലും അതേപോലെ തന്നെ പച്ചരി ആണെങ്കിലും ഏതരി ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് രണ്ടും ഈക്വൽ എമൗണ്ടിൽ 2 ടേബിൾ സ്പൂൺ വീതം എടുത്ത് തലേന്ന് രാത്രി തന്നെ നിങ്ങൾ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കുക. ഇത് രണ്ടും ഹെയർ ഗ്രോത്തിന് ദി ബെസ്റ്റ് എന്ന് വെച്ചാൽ ദി ബെസ്റ്റ് ആണ്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ അരിയും അതേപോലെ തന്നെ നമ്മുടെ ഉലുവയും. ഉലുവയുടെ വെള്ളവും റൈസ് വാട്ടറും സൂപ്പറാണ് കേട്ടോ. ഹെയർ ഗ്രോത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ തലയിൽ കുനുകുനാന്നുള്ള കുഞ്ഞു ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും എന്തിന് നമ്മൾ റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ കഷണ്ടിയിൽ വരെ മുടി വളർത്താൻ കഴിവുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഉലുവ അതേപോലെ തന്നെ റൈസ് വാട്ടർ. ഇത് രണ്ടും സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നും കൂടിയാണ്. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഇനി ഇത് രണ്ടും പാടെ 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ കുതിരാൻ വേണ്ടി വെച്ചത്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നമ്മൾ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുക. അതായത് നമ്മൾ തലേന്ന് രാത്രി കുതിരാൻ വേണ്ടി വെക്കുക. പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം എക്സ്ട്രാ ഒഴിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നേരെ അടുപ്പത്ത് കൊണ്ടുവയ്ക്കുക. അടുപ്പത്ത് കൊണ്ടുവച്ചതിന് ശേഷം ഇത് കറക്റ്റ് ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ ഇത് തിളപ്പിക്കണം. 10 മിനിറ്റ് നേരം തിളപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുക. അപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് നേരം തിളപ്പിക്കുക. അതേപോലെ തന്നെ നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് അരിച്ചെടുക്കുമ്പോഴും ഞാൻ കാണിക്കാം അത് എത്രയായി മാറിയിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നന്നായിട്ട് ഇത് തിളപ്പിക്കുക. നമ്മുടെ അരി ഉണ്ടല്ലോ അത് ചോറായിട്ട് മാറിയിട്ടുണ്ടാവും. 3/4 വേവോ ആയിട്ടുണ്ടാവും നമ്മുടെ അരിക്ക്. അതേപോലെ തന്നെ ഉലുവയും നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമ്മളിത് അരിച്ചെടുത്ത് മാറ്റാം. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരിച്ചെടുത്തിട്ട് ഞാൻ ഗ്ലാസ്സിൽ അളന്ന് കാണിക്കാം ഇതിൽ നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. കണ്ടില്ലേ, നമുക്ക് ആകെ 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 3/4 ഗ്ലാസും തികച്ചില്ല കേട്ടോ. അത്രയ്ക്കും ചുരുങ്ങിയിട്ടുണ്ടാവും നമ്മുടെ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടാവും. നമ്മുടെ എല്ലാ ഗുണങ്ങളും ഇതിലുണ്ട്, ഈ വെള്ളത്തിലുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ അരിച്ചെടുത്ത് ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ് എന്ന് വെച്ചാൽ ദി ബെസ്റ്റ് കേട്ടോ. ഇനി നമ്മുടെ ഉലുവയും അതേപോലെ തന്നെ ചോറും അങ്ങനെ തന്നെ അവിടെ ഇരിക്കുകയാണ്, അത് കളയരുത്. അതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യണ്ട. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിനും കഴുകി കളയാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോളിസ്റ്ററിൻ്റെ ഷോൾ ഉണ്ടാവുമല്ലോ നമ്മുടെ പഴയ ഷോള്, അതിലിട്ട് നന്നായിട്ട് ഇത് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കഴിയുമ്പോൾ കുഴമ്പ് മാതിരിയുള്ള പേസ്റ്റായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് ഹെയർ വാഷ് ചെയ്യുമ്പോഴും ഇതേ റിസൾട്ടാണ് കേട്ടോ കിട്ടുക. ഇനി നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. ആഴ്ചയിൽ 1 തവണ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരുപാട് ഹെയർ പാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോണർ ഉണ്ടാക്കുന്ന ദിവസം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുക. മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുടിയിലെ ഡ്രൈനസ് മാറ്റാനും സ്പ്ലിറ്റൻസ് മാറ്റാനും മുടി ചീരുന്ന സമയത്ത് മുടി പൊട്ടി പോവാതിരിക്കാനും അതേപോലെ തന്നെ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആവുന്നു എന്നുള്ളതാണ് മിക്ക ആൾക്കാരുടെയും പരാതി. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ്. ഒരു നാച്ചുറൽ കണ്ടീഷണറായിട്ടും നാച്ചുറൽ പാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഹെയർ പാക്ക്. ഈ ഒരു ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്രശ്നമേ ഉണ്ടാവില്ല. അപ്പം സ്കാൽപ്പിലും മുടിയിലും ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ സെക്ഷൻ തിരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്തിനാ വായ കൊണ്ട് കടിക്കണേ?
എന്താ? ഹലോ, സ്കൂളിൽ പോയില്ലേ ഇന്ന്? എന്താ നേരത്തെ വന്നേ? എന്തായിരുന്നു പരീക്ഷ? ഇന്നത്തെ പരീക്ഷ എന്തായി? മലയാളോ? മലയാളം? ഇംഗ്ലീഷോ? മലയാളം? മലയാളമാണോ അതോ ഇംഗ്ലീഷാണോ? അമ്മയെ നോക്കൂ. ഏതാ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? സൂപ്പറായിരുന്നു. എല്ലാം എഴുതിയോ? നിന്റെ ഫാൻസിനോടൊരു ഹായ് പറയൂ. ഉമ്മ പറയൂ, ഒരു ഉമ്മ കൊടുക്കൂ. ഓ, അപ്പോൾ നമ്മുടെ ഹെയർ പാക്കൊക്കെ ഇട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മുടെ മുടി ഉണങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ, നമ്മുടെ മുടി നല്ല രീതിക്ക് തന്നെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ചീപ്പ് വെക്കുന്ന സമയത്ത് തന്നെ ചീപ്പ് വഴുകി പോവും. അത്രയ്ക്കും സോഫ്റ്റായിട്ട് നമ്മുടെ മുടി മാറിയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ പഞ്ഞിമിഠായി പോലെ സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മുടെ മുടിയിലെ പ്രശ്നങ്ങൾ, ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് കൊണ്ട് തന്നെ, ഈ ഒരു ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും നേരത്തെ മാറ്റി വെച്ച ടോണർ എങ്ങനെയാണ് ഉപയോഗിക്കുക, എപ്പോഴാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ടോണർ എല്ലാ ദിവസവും ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് രാത്രി വേണമെങ്കിലും ഉപയോഗിക്കാം, രാവിലെ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ഈ ഒരു ടോണർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ടോണർ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്നത് ഓവർനൈറ്റ് വെക്കുമ്പോഴാണ് കേട്ടോ. മിക്ക ആൾക്കാർക്കും റിസൾട്ട് ഒരുപാട് പെട്ടെന്ന് കിട്ടിയിട്ടുള്ളത് ഓവർനൈറ്റ് വെക്കുമ്പോഴാണ്. രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല എന്നല്ല ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ രാത്രിയാവുന്ന സമയത്ത് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് കിടന്നുറങ്ങുന്ന സമയമാണ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ടോണേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് മുടി നന്നായിട്ട് വളരും. കാരണം നമുക്ക് മുടി വളരുന്നതൊക്കെ രാത്രിയിലാണ്. അതുകൊണ്ട് നമ്മൾ മുടി വളരാനുള്ള എന്തെങ്കിലും നമുക്ക് രാത്രി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഓവർനൈറ്റ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ വകച്ചിലെടുത്ത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മസാജ് ചെയ്ത് വിടുമ്പോൾ തന്നെ ഫുള്ളായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ നനവൊന്നും ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് മുടി കെട്ടിവെച്ച് ഉറങ്ങാം. രാവിലെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ സ്കാൽപ്പ് വേർതിരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹെയർ വാഷ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഹെയർ വാഷ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെക്കുക. അതിനുശേഷം വെറുതെ പച്ചവെള്ളത്തിൽ നിങ്ങൾ മുടി കഴുകിയെടുക്കുക. ഈ ഒരു ടോണർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യരുത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. പ്രത്യേകതയല്ല, നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ഷാമ്പുവിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് അപ്ലൈ ചെയ്ത് കറക്റ്റ് ഒരു 7 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടും. അത് അത്രയ്ക്കും എഫക്റ്റീവാണ്. ഒരുപാട് പേര്, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഒരുപാട് പേര് ട്രൈ ചെയ്ത് യൂസ് ചെയ്ത് അവർക്ക് ഒരുപാട് റിസൾട്ട് കൊടുത്തിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ ഈ ഒരു വീഡിയോ കണ്ടവരാണെന്നുണ്ടെങ്കിൽ പിന്നെ അറിയാലോ ഇതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത്. പുതുതായിട്ട് കാണുന്നവർ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതിൽ ഞാൻ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ റിസൾട്ട് ഷുവറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.